നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. Everything is absolutely normal. പക്ഷേ മോള് കണ്ണു തുറക്കുന്നില്ലല്ലോ ഡോക്ടറെ. എനിവേ വിഷമിക്കേണ്ട. ഞാൻ 1-2 വിദഗ്ധരായ ഡോക്ടേഴ്സുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഫർദർ ട്രീറ്റ്മെന്റ്സിനെ പറ്റി തീരുമാനിക്കാം. കൃഷ്ണേട്ടാ, ദേവനെയും സുനന്ദയും വേഗം വിവരം അറിയിക്കണം. അത് ഇന്നൂടെ നോക്കിയിട്ട് പോരെ. സുനന്ദ വല്ലാതെ പേടിക്കും. പിന്നെ ദേവനാണെങ്കി മക്കളെ തറവാട്ടിലേക്ക് അയക്കുന്ന ഇഷ്ടമല്ല, നിനക്കറിയാലോ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സുനന്ദയെ വിളിച്ചാ മതി. വേഗം വിളിച്ചു പറയേ. എന്റെ ഭഗവതി. എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു എത്തുംപിടിയും കിട്ടുന്നില്ല. ഹോട്ടൽ ഡിലേമിലാണ് സുനന്ദ. ഞാൻ ജ്വല്ലറി ഷോപ്പിലെ ലാഭം മുഴുവൻ മോളിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടി മാറ്റിവെച്ചു. ഈ മാസം അവിടുത്തെ സ്റ്റാഫിന്റെ ശമ്പളം പോലും പ്രശ്നത്തിലാവും. രാജശേഖരൻ തമ്പി സാറ് പാർട്ട്ണർ ആവുന്നല്ലേ ദേവേട്ടൻ പറഞ്ഞ്? ഞാൻ കരുതിയത് ശേഖരൻ സാർ അന്നിവിടെ വന്നില്ലേ, ആ കാര്യം സംസാരിക്കാനായിരിക്കുന്ന. ഞാനും അങ്ങനെയാ കരുതിയിരുന്നത്. എന്നിട്ട് ഞാൻ പുള്ളിയുടെ വീട്ടിൽ ചെന്നിരുന്നു. അപ്പൊ പറയാ, ഇനിയും 10-20 കോടി മുടക്കേണ്ട ബിസിനസ് അല്ലേ, ഒന്നുകൂടെ ആലോചിക്കട്ടെന്ന്. ബാങ്ക് ലോണോ? എടോ, ഞാൻ കയറി ഇറങ്ങാത്ത ബാങ്കുകളില്ല. ഇപ്പോ നമ്മൾ മോളിന് വേണ്ടിയും ലോൺ എടുത്തിട്ടുണ്ടല്ലോ. അത് കാരണം ഒരു ബാങ്കും ടോപ്പ് ചെയ്യാൻ പോലും തയ്യാറല്ല. അച്ഛനാ? എടുക്കെടുക്ക. ചിലപ്പോഴേ മൂക്കുത്തിക്കല് കിട്ടിക്കാണും.